യാദവേ എന്തോ ഇന്ന് നമ്മള് നല്ല തെളിഞ്ഞ അന്തരീക്ഷം അല്ലയോ? ആ നമ്മളെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ആ ഉണ്ടോ കുരുവികള് ഉണ്ടോ? കാക്ക ആ പലതരത്തിലുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. മൈന മരം കൊത്തി കണ്ടോ? മരം കൊത്തി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചത്? വരവീണ മൃദുപാണി ഗീതം അതിൻ്റെ സ്വരം കംപ്ലീറ്റ് ചെയ്ത്. സ്വരം കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, അർത്ഥം പഠിക്കാം. അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കാം. എന്താ അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഇന്ന് പഠിക്കാം. അപ്പോൾ വരികളെങ്ങനെയാണ്? വരവീണ മൃദുപാണി വരരുഹ ലോചന റാണി സുരുചിര ഭംബര വേണി സുരനുത കല്യാണി. ഓക്കെ. അപ്പോൾ വര വീണ ഇല്ലയോ? വര എന്നുള്ള വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയൊക്കെ ഉണ്ട്? ലൈൻ. പിന്നെ വരയ്ക്കാൻ പറയുന്നത്. പിന്നെ എന്തുണ്ട്? പിന്നെ വരമെന്ന് കേട്ടിട്ടുണ്ടോ? വരം ആരാ വരുന്നത്? ദൈവം. അപ്പം വരം തരണമെങ്കിൽ എന്തോ ചെയ്യണം? നല്ല ആളായിരിക്കണം. നല്ല ആളായിരിക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? വരം തരണമെങ്കിൽ നമ്മൾ ചോദിക്കണം ഇല്ലയോ? അപേക്ഷ സമർപ്പിക്കണം ഇല്ലയോ? ബാങ്കിലേക്ക് അപേക്ഷ കൊടുക്കുന്ന മാതിരി അപേക്ഷ സമർപ്പിക്കണം ഇല്ലയോ? അപ്പോൾ ഇവിടെ വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഏറ്റവും ഉയരത്തിലുള്ളത്, ഏറ്റവും മുകളിലുള്ളത്. മനസ്സിലായില്ലേ? ശ്രേഷ്ഠമായത്. വീണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ? വീണ ഒരു ഇൻസ്ട്രുമെന്റ്. വീണ എങ്ങനെ വായിക്കുന്നത്? ഇങ്ങനെ. ശരി. അപ്പോൾ വീണ പഠിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ എവിടെ വരായി? രണ്ട് വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ വീണ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്ന് മ്യൂസിക് ഉണ്ടാവും ഇല്ലയോ? സംഗീതം ഉണ്ടാവും. ഒരു സംഗീതോപകരണം അല്ലയോ? അപ്പോൾ ആ സംഗീതം ഇങ്ങനെ 4 പാടും വ്യാപിക്കും. ശരിയല്ലേ? അപ്പം നല്ല വ്യാപനശേഷിയുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തു പറയുന്ന കേൾവിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾവിയിലൂടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ശബ്ദത്തെ വ്യാപിപ്പിക്കുന്നത്. അതാണ് ആര്? വീണ. ഇനി അടുത്തത് മൃദു എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? മൃദുലമായ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താമര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ മൃദുലമായിട്ടുള്ളതാണ്. പഞ്ഞി എടുത്തു നോക്കിയാൽ മൃദുലമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ റോസാപ്പൂവൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിമൃദുലമാണ് അല്ലയോ? അങ്ങനെ മൃദുവായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലയോ? അപ്പോൾ ഇവിടെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ വായിക്കുമ്പോൾ പാണി എന്ന് പറഞ്ഞുകൊണ്ട്, പാണി കൈ മുഴുക്കല്ല, കൈപ്പത്തി. മനസ്സിലായോ? അപ്പോൾ കൈപ്പത്തിയിൽ എന്തൊക്കെ ഉണ്ട്? വിരലുകളോ ഇല്ലയോ? അപ്പോൾ ആ വിരലുകളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അമർത്തണം. കണ്ടോ? അപ്പം മൃദു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. അമർത്തപ്പെടുന്നത്. മനസ്സിലായോ? മർദ്ദനം ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അങ്ങനെ അമർത്തപ്പെടുന്ന പാണികളോട് കൂടിയവളെ എന്ന് വെച്ചാൽ കൈപ്പത്തി. 2 കൈപ്പത്തിയും കൂടെ കൊണ്ടല്ലേ വായിക്കാൻ പറ്റൂ. ഒരിടത്ത് മീട്ടുകയും ഒരിടത്ത് എന്ത് ചെയ്യും? തട്ടുകയും താളവിടുകയൊക്കെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ 2 കൈകളും കൊണ്ട്, 2 കൈപ്പടങ്ങളും കൊണ്ട്, പാണികളുണ്ട് അമർത്തി വീണയെ വായിക്കുന്ന തരത്തിൽ. വെറും വീണയാണോ? ശ്രേഷ്ഠമായ വീണ. മനസ്സിലായോ? വീണകൾ തന്നെ പല പേരുകളിൽ പല ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ കയ്യിലിരിക്കുന്ന വീണകൾക്കൊക്കെ ഓരോരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ പറയാം. നാരദൻ്റെ കയ്യിലിരിക്കുന്ന വീണയ്ക്ക് വേറൊരു പേരാ. അതിനൊരു പ്രത്യേകതയുണ്ട് ഈ നാരദൻ്റെ വീണയ്ക്ക്. മനസ്സിലായോ? അപ്പോൾ അത് ഒക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പം നമുക്ക് പറയുന്നത് ശ്രേഷ്ഠമായ വീണയിൽ അമർത്തുന്ന തരത്തിലുള്ള മൃദുവായ കൈപ്പടങ്ങളോടുകൂടി ഇരിക്കുന്നവളെ. കണ്ടോ? വര വീണ മൃദു പാണി. അടുത്തതാണ് വനരുഹം. വനം എന്ന് വെച്ചാൽ എന്തർത്ഥം? കാട് ഇല്ലയോ? വനം. അപ്പോൾ വേറെ വല്ല അർത്ഥമുണ്ടോ? പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ. അതെ. വനം എന്ന് വെച്ചാൽ വേറൊരർത്ഥം വെള്ളം എന്നാണ്. ജലം.
അപ്പോൾ ജലത്തിന് മുകളിൽ രുഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ രുഹ എന്ന് വെച്ചാൽ പൊന്തിക്കിടക്കുക എന്നാണ്. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയുണ്ട്? പോച്ച, ആ പായലും ഇതൊക്കെ കിടക്കും അല്ലേ? ഇത് മാത്രമാണോ? മനോഹരമായ കുറേ സാധനം ഇങ്ങനെ താമര ആമ്പലും ഒക്കെ ഉണ്ട്. അപ്പോൾ താമര നല്ല നോക്കിക്ക് മയിലെയും അപ്പം എല്ലാവരും കൂടെ പാട്ട് തുടങ്ങിയേക്കുക. ആ അപ്പോൾ വനരുഹം എന്ന് വെച്ചാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമര ഇതൾ പോലെ എന്നാണ്. ഇതൾ പോലെ എന്ന് അർത്ഥം ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന് ഉള്ളിൽ ആന്തരികമായിട്ട് അങ്ങനെ കിടപ്പുണ്ട്. വനരുഹ ലോചനം. ലോചനം എന്ന് വെച്ചാൽ എന്ത്? കണ്ണ്. കാണാനുള്ളതാണ് കണ്ണ്. മനസ്സിലാവുന്നുണ്ടോ? നേത്രം അർത്ഥമുണ്ട്. മനസ്സിലായോ? അപ്പോൾ വനരുഹം താമര ഇതള് പോലുള്ള കണ്ണുകളോട് കൂടിയവളെ. മനസ്സിലായോ? വനരുഹ ലോചന. പിന്നെന്തുവാ? ഒരു വിശേഷണവും കൂടെ കൊടുത്തിട്ടുണ്ട്, റാണി. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് സ്ത്രീകള്, എന്തുവാ താമര ഇതള് പോലുള്ള കണ്ണുകളുള്ളവർ, ദേവിമാര് തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അവരിലൊക്കെ ആരാണ്? രാജ്ഞിയാണ്. മനസ്സിലായോ? അവരെക്കാളൊക്കെ ശ്രേഷ്ഠയായിട്ടുള്ള വ്യക്തിയാണ്. ഇനി അടുത്തത് എന്താണ്? സുരുചിര. സു എന്ന് വെച്ചാൽ അതീവം. മനസ്സിലായോ? അത്യന്തം, വളരെ നല്ല എന്നൊക്കെയാണ്. രുചിര എന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളവൾ. രുചിരം എന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്ക് നമുക്ക് അങ്ങനെ വലിയ പരിചയം. ഭംഭരം. ഭംഭരം എന്ന് വെച്ചാൽ എന്താന്ന് വല്ല അറിയാമോ? വണ്ടുകള്. തേനീച്ച, വണ്ടുകൾ, ഭംഭരം, വണ്ടുകൾ ഇങ്ങനെ അടുങ്ങി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗിയുണ്ട്. മനസ്സിലായോ? അതുപോലെ കണ്ടോ? അങ്ങനെ വണ്ടുകൾ ഇരിക്കുന്നതാണോ എന്ന് തോന്നിക്കുമാറ് വേണി. വേണിന്ന് വെച്ചാൽ മുടിയുള്ളവളെ. മനസ്സിലായോ? അല്ലാതെ 2 സെന്റിമീറ്റർ മുടിയുള്ളവളെ എന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? നല്ല നീണ്ട വണ്ടുകൾ ആണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ, വണ്ടുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുകയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നീണ്ട മുടിയോട് കൂടിയവളെ. മനസ്സിലാവുന്നുണ്ടോ? മുടിയുടെ വേറൊരു പ്രത്യേകം എന്തുവാ? മുടിക്കകത്ത് ഒരുപാട് അലങ്കാരങ്ങൾ ചെയ്യാം ഇല്ലേ? പൂക്കൾ വയ്ക്കാം, സ്ലൈഡ് വയ്ക്കാം, പൂക്കൾ വയ്ക്കാം, നല്ലോണം അലങ്കരിച്ച് ചീപ്പി വയ്ക്കാം. അപ്പോൾ അതാണ്ട് ഒരു പ്രത്യേക രീതിയിലല്ലേ മുടി വെട്ടിയിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയല്ലയോ? അപ്പോൾ തലയ്ക്ക് നല്ല അഴക് തരുന്നത് ഏതാണ്? മുടിയാണ്. മുടിയില്ലായിരുന്ന കാണാൻ കൊള്ളാവോ? അത് തന്നെ. അതിന് അപ്പോൾ അലങ്കരിക്കാനുള്ളതാണ് മുടി. മനസ്സിലായി? വേണി. അപ്പോൾ എന്താ പറഞ്ഞത് നമ്മള്? വളരെയേറെ അത്യന്തം ഭംഗിയുള്ള, കാഴ്ചയ്ക്ക് ഭംഗിയുള്ള, വണ്ടുകൾ കൂട്ടം കൂടിയിരിക്കുന്നതാണോ എന്ന് തോന്നിക്കുമാറുള്ള മുടിയോട് കൂടിയവളെ. കണ്ടോ? ഇനി അടുത്തത് ഭംഭരം എന്നുള്ളതിന് ബംഭരം എന്നൊരു പാഠാന്തരമുണ്ട്. പാഠാന്തരം എന്ന് വെച്ചാൽ എന്തുവാ? ഒരു പാഠം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുന്നതിനെയാണ് പാഠാന്തരം എന്ന് പറയുന്നത്. ഒരേ പാഠം തന്നെ ആയിരിക്കും, കാര്യങ്ങളൊക്കെ ഒന്നായിരിക്കും, പക്ഷേ അവതരണം വേറെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭംഭരം എന്ന് പറയുന്നതിനൊരു പാഠാന്തരമാണ് ബംഭരം. ഉദാഹരണത്തിന് നമ്മൾ മോഹനം രാഗം നമ്മൾ പഠിക്കുന്നു. ഇതേ ഗീതം തന്നെ നമ്മൾ യൂട്യൂബ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പല രീതിയിൽ ഈ പറയുന്ന മോഹനം രാഗം പാടിയിട്ടുണ്ട്. നമ്മളുടേതായിട്ടുള്ള വേറൊരു ശൈലിയിലാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന ശൈലി കേട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ തന്നെ പാടണോ? കാരണം അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഗമക സമ്പ്രദായങ്ങളും ഒക്കെ ഉപയോഗിച്ച് മനോഹരമായിട്ട് നമ്മൾ അവതരിപ്പിച്ചതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്, ഇങ്ങനെയാണോ ഇത് പാടുന്നത്? ഇങ്ങനെയൊക്കെ പാടുന്നുണ്ടല്ലോ, കണ്ടോ? അപ്പോൾ ഈ നമ്മുടെ പാഠത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുള്ള പാഠങ്ങളെല്ലാം എന്താണ്? പാഠാന്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ വിഷയം ഒന്ന് തന്നെ, പക്ഷെ പല രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടുന്നത് പോലെയല്ല മധുരൈ മണിയേര് പാടുന്നത്, അല്ലെങ്കിൽ ചെമ്മാങ്കുടി സ്വാമി പാടുന്നത്, അല്ലെങ്കിൽ യേശുദാസ് പാടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരേ രാഗമായിരിക്കും, ഒരേ കീർത്തനമായിരിക്കും, പക്ഷെ അവതരിപ്പിക്കുന്നത് ശൈലിയാണ്. അതാണ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ നിലനിൽപ്പം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച്
നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലെയിൻ നോട്ടുകളായിട്ടല്ല സ്വരവും സാഹിത്യവും പാടുന്നത്, നമ്മൾ ആ രാഗത്തിൽ തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യം വരാൻ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാഠാന്തരം മനസ്സിലായേ? ആ, ഇനി എപ്പോഴും പാഠാന്തരം എന്ന് പറഞ്ഞാലും ഒരേ സംഭവമാണ്, പക്ഷേ വ്യത്യസ്ത ശൈലിയിൽ അവതരിപ്പിക്കുന്നു. മനസ്സിലായോ? ഇനി അടുത്ത വാക്കെന്താ? സുരനുത കല്യാണി. അതാണ് അടുത്ത വാക്ക്. സുരന്മാരെന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ, നല്ലവരാ. ദേവന്മാരെ നമ്മൾ വിളിക്കും. നല്ലത് ചെയ്യുന്നവനെ നമ്മൾ സുരൻ എന്ന് പറയാം. നല്ലത് ചെയ്യും, നല്ല പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് ധാരാളം മത്സ്യത്തൊഴിലാളികളും ഒക്കെ പോയി എത്രയോ പേരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവരൊക്കെ ശ്രേഷ്ഠന്മാരാണ്. അന്ന് ജീവൻ രക്ഷിച്ചത് അവരാ. അപ്പോൾ ജീവൻ കൊടുത്തത് അവർ ദേവന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ പേര് മുങ്ങിച്ചാവാൻ പോയപ്പോഴാണ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ചെന്ന് അവരുടെ വള്ളങ്ങളുമൊക്കെ ആയിട്ട് ചെന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നല്ലത് പ്രവർത്തിക്കുന്നവർ, നല്ലത് പറയുന്നവർ, നന്നായി പഠിപ്പിക്കുന്നവർ, മനസ്സിലാവുന്നുണ്ടോ? നന്നായി രാജ്യത്തെ സേവിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എല്ലാം അവരൊക്കെ എന്ത് ചെയ്യും? വലുതായിട്ട് ശോഭിക്കും. ഇല്ലയോ? മറ്റുള്ളവരെക്കാൾ പേര് കേട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണെന്ത് പറയുന്നത്? സുരന്മാർ, ദേവന്മാരെന്ന് പറയാം. ഇനി അടുത്തത് നുത. നുത എന്ന് വെച്ചാൽ നുതി എന്ന് വെച്ചാൽ സ്തുതിക്കുക എന്നാണ്, സ്തുതി എന്നാണ്. നുത എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെടുന്നതെന്നാണ്. മനസ്സിലായി? സുരനുത എന്ന് വെച്ചാൽ ഇത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാൽ വന്ദിക്കപ്പെടുന്നവൾ, സ്തുതിക്കപ്പെടുന്നവൾ. കല്യാണി, സുരനുത കല്യാണി. ഇല്ലയോ? കല്യാന്ന് വെച്ചാൽ പ്രഭാതം എന്നാ. ഒരു പ്രഭാതകാല രാഗമാണ് മോഹനം. അല്ലയോ? അപ്പോൾ വളരെ മനോഹരമാണ് രാവിലെ കേൾക്കാനായിട്ട്. അല്ലേ? അപ്പോൾ കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തെ തരുന്നവളെ. ഇപ്പോൾ പ്രഭാതകാലത്തിൽ പിന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഭക്തിഗീതങ്ങൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഊർജ്ജമൊക്കെ തരുന്നുണ്ട്. ശരിയല്ലേ? രാവിലെ ഇരുന്ന് സംഗീതം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം നല്ല ഊർജ്ജമായിരിക്കും, ഒരു ഊർജ്ജ പ്രവാഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ പാഠങ്ങളൊക്കെ പാടി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ ദേവിയുടെ നാമങ്ങൾ എന്താണ് പ്രഭാതകാലത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും. മനസ്സിലായോ? അങ്ങനെ സുഖകരമായ അവസ്ഥ ഉണ്ടാക്കുന്നവളാണ് ആര്? ദേവി. മനസ്സിലായോ? കല്യാണം എന്നുള്ളതിന് മറ്റൊരു സുഖകരമായ അവസ്ഥ. അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, മംഗളം. മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. എവിടെയൊക്കെ ഉണ്ട് മംഗളം? കല്യാണത്തിന് നമ്മളൊരു കച്ചേരി പാടി അവസാനിക്കുമ്പോ പിന്നെ നമ്മള് ദേവിക്ക് മംഗളം നേരും. ഇല്ലയോ? ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ ആൾക്കാർക്ക് നല്ലത് വരട്ടെ എന്നല്ലേ അനുഗ്രഹിക്കുന്നത്? അതോ മോശമായി പോട്ടൊന്നോ? മംഗളം നേരുന്നു ഞാൻ. ഇല്ലയോ? അപ്പോൾ നിങ്ങൾക്കെല്ലാം മംഗളം നേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുഖകരമായിട്ടുള്ള നല്ല അവസ്ഥയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും മംഗളം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്താ അപ്പോൾ അർത്ഥമെല്ലാം മനസ്സിലായല്ലോ? വരവീണ മൃദുവാണി, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വീണയെ അമർത്തുന്ന തരത്തിൽ കൈപ്പടത്തോടുകൂടി ഇരിക്കുന്നവളെ. വനരുഹലോചന റാണി, നല്ല താമര ഇതള് പോലുള്ള കണ്ണുകളോട് കൂടിയവരിൽ റാണിയായിട്ടുള്ളവളെ, രാജ്ഞിയായിട്ടുള്ളവളെ. ഇനി അടുത്തത് വേണി, മുടിയുള്ളവളെ. സുരനുത കല്യാണി എന്ന് വെച്ചാൽ നല്ലവരാൽ സ്തുതിക്കപ്പെടുന്നവളെ, അല്ലയോ മംഗളത്തെ തരുന്നവളെ, സന്തോഷിപ്പിക്കുന്നവളെ, കല്യാണി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് കൂടെ വളരെ മംഗളകരമായിട്ട് തന്നെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഭാഗം എപ്പോഴും അടുത്ത ക്ലാസ്സിൽ.